ഇപ്പോൾ കഥാസാഗരം തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് ബോണി ജെ ബേസിൽ. നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, ഞാൻ ബോണിയാണ്. അതുപോലെ കഥാസാഗരത്തിന് സമയമായിരിക്കുകയാണ്. നിങ്ങൾക്കായി പുതിയൊരു കഥയുമായി ഞാൻ എത്തിയിരിക്കുകയാണ്. തുടങ്ങുന്നതിന് മുമ്പ് കഥാസാഗരം എന്താണെന്ന് ഒന്ന് പരിചയപ്പെടുത്താം. കഥാസാഗരം ആദ്യമായിട്ട് കേൾക്കുന്നവർക്ക് വേണ്ടിയാണ് ഈ പറയുന്നത്. കഥാസാഗരം കഥകളുടെ പരിപാടിയാണ്. ഓരോ എപ്പിസോഡിലും ഓരോ കഥ പറയും, അതിനോടൊപ്പം കുറച്ച് സമകാലിക വിഷയങ്ങളുമൊക്കെ സംസാരിക്കുന്നതാണ്. അപ്പോൾ വൈകുന്നില്ല, കഥാസാഗരത്തിലൂടെ നാടോടി കഥകളും മുത്തച്ഛി കഥകളും ഇതിഹാസ കഥകളും പുരാണ കഥകളും ഐതിഹ്യങ്ങളും എല്ലാം നിങ്ങൾക്ക് കേൾക്കാം. അപ്പോൾ ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് ഒരു ഹിതോപദേശ കഥയാണ്. ചെറിയൊരു ഹിതോപദേശ കഥ കേട്ടോളൂ. ഒരിക്കലൊരു കാട്ടിലെ കുറുക്കന്മാർ കടുത്ത പട്ടിണിയിലായി. ഇര കിട്ടാതെ ദിവസങ്ങളോളം വലഞ്ഞു. അങ്ങനെ കാട്ടിൽ അലഞ്ഞു നടക്കുമ്പോൾ അവർ ഒരു ആനയെ കണ്ടു. ഹോ, രക്ഷപ്പെട്ടു! അതാ നമ്മുടെ ഇര. ഇവനെ കൊന്നാൽ കുറെ ദിവസത്തേക്ക് നമുക്ക് ഭക്ഷണമായി. അവരുടെ നേതാവായ വയസ്സൻ കുറുക്കൻ പറഞ്ഞു, ഇത് നടക്കുന്ന കാര്യമല്ല. ആനയെ പിടിക്കുകയോ നമുക്കതിനൊന്നും കഴിയില്ല. മറ്റു കുറുക്കന്മാർക്ക് നേതാവിന്റെ ആശയത്തോട് യോജിക്കാനായില്ല. അത് കേട്ടപ്പോൾ നേതാവ് പുഞ്ചിരിയോടെ പറഞ്ഞു, ഈ ലോകത്ത് അസാധ്യമായ ഒന്നുമില്ല. അല്പം ക്ഷമയും ബുദ്ധിയും ഉണ്ടെങ്കിൽ ഏത് കൊമ്പൻ ആനയും നമുക്ക് വീഴ്ത്താം. അതെങ്ങനെ? കൂട്ടത്തിൽ ഒരുവൻ ചോദിച്ചു. നോക്കിക്കോ, ഞാൻ കാണിച്ചു തരാം. നേതാവ് ആനയെ സമീപിച്ച് തല കുനിച്ച് വണങ്ങി നിന്നു. ആ, എന്താണ്? പറയൂ, ആന ചോദിച്ചു. ഞങ്ങൾ കുറുക്കന്മാർക്ക് ഒരു രാജാവോ ഉപദേശകനോ ഇല്ല. അതുകൊണ്ട് അങ്ങ് ഞങ്ങളുടെ രാജാവായി ഞങ്ങളെ നയിക്കണം. അത് കേട്ട ആന അത്ഭുതപ്പെട്ടു. എങ്ങനെ അത്ഭുതം വരാതിരിക്കും? തന്നെ അംഗീകരിക്കുന്ന വാക്കുകളല്ലേ ഈ കേട്ടത്. ആനയ്ക്ക് അഭിമാനവും ഒപ്പം കുറച്ച് അഹങ്കാരവും തോന്നി. അവൻ തല നല്ലതുപോലെ അങ്ങോട്ട് ഉയർത്തിപ്പിടിച്ചു. അത് കണ്ടപ്പോൾ തന്റെ വാക്കുകൾ ആനയെ സ്വാധീനിച്ചു തുടങ്ങിയെന്ന് കുറുക്കന് മനസ്സിലായി. എന്തായാലും അടവ് പാലിച്ചു തുടങ്ങി. കുറുക്കൻ മനസ്സിൽ വിചാരിച്ചു, സർവശക്തനായ ഞങ്ങളുടെ നേതാവേ, അങ്ങയുടെ സ്ഥാനാരോഹണത്തിനായി ഞങ്ങൾ എല്ലാ സംവിധാനങ്ങളും ഒരുക്കിയിട്ടുണ്ട്. ദയവ് ചെയ്ത് വന്നാലും അങ്ങയുടെ പ്രജകൾ അങ്ങയെ കാത്തിരിക്കുകയാണ്. ഇന്ന് തന്നെ അങ്ങ് ഞങ്ങളുടെ രാജാവായി അധികാരം ഏറ്റെടുക്കണം, കുറുക്കൻ പറഞ്ഞു. ഇത് കേട്ടപ്പോൾ ആനയുടെ അഹങ്കാരം കുറെ കൂടി വർദ്ധിച്ചു. ആ, പറയൂ, ഞാൻ എവിടേക്കാണ് വരേണ്ടത്? കുറുക്കൻ ആനയെ മരങ്ങൾ തിങ്ങി നിറഞ്ഞ ഭാഗത്തേക്ക് നയിച്ചു. നല്ല ഇരുട്ടായതുകൊണ്ട് അവിടം വ്യക്തമായി കാണാനുമാകുമായിരുന്നില്ല. അങ്ങ് മുന്നോട്ട് നടന്നാലും ഞാൻ മറ്റ് പ്രജകളെ കൂട്ടിക്കൊണ്ടുവരാം. കുറുക്കൻ നടപ്പ് സാവധാനം ആനയുടെ പിറകിലാക്കി. അങ്ങനെ കുറച്ച് മുന്നോട്ട് ചെന്നപ്പോൾ ആനയുടെ മുൻകാല് ചതുപ്പിൽ താഴ്ന്നു. അത് വലിച്ചെടുക്കാനുള്ള ശ്രമത്തിൽ മറ്റു കാലുകളും ചതുപ്പിലായി. ആന സാവധാനം മുങ്ങാൻ തുടങ്ങി. ആനയ്ക്ക് എന്ത് ചെയ്യണമെന്ന് അറിയാതായി. അത് ഉറക്കെ വിളിച്ചു കൂവി, ഹേ കുറുക്ക, ഞാൻ ചതുപ്പിൽ മുങ്ങുകയാണ്, എന്നെ വേഗം രക്ഷിക്ക്. കുറുക്കൻ തന്റെ അനുയായികളെ വിളിച്ചു. കുറ്റിക്കാട്ടിൽ പതുങ്ങിയിരുന്ന അവർ പുറത്തു വന്നു. അവർ മുങ്ങിത്താഴ്ന്നുകൊണ്ടിരുന്ന ആനയുടെ പുറത്ത് ചാടി വീണു. പിന്നീട് ആനയ്ക്ക് പിടിച്ചു നിൽക്കാൻ കഴിഞ്ഞില്ല. ചതുപ്പിൽ ആഴ്ന്ന് അത് ചത്തു. കുറുക്കന്മാർ ആനയെ വളരെ പ്രയാസപ്പെട്ടാണെങ്കിലും കടിച്ചു കീറി തിന്ന് വിഷപ്പടക്കി. ചെറിയ ആസൂത്രണവും പുകഴ്ത്തലും കൊണ്ട് ആരെയും വീഴ്ത്താമെന്ന് കുറുക്കൻ തന്റെ അനുയായികളെ പഠിപ്പിച്ചു. ഇത്രയുമാണ് കഥ. ഞാൻ ആദ്യമേ സൂചിപ്പിച്ചു, ഇതൊരു ഹിതോപദേശ കഥയാണ്. അപ്പോൾ അത്രയുമാണ് കഥ. വിശപ്പിന്റെ വിളി ഭയങ്കരമാണല്ലേ. വിശപ്പിന്റെ മുന്നിൽ നമുക്ക് ആർക്കും പിടിച്ചു നിൽക്കാനാകില്ല. അത്രയ്ക്ക് കഠിനമാണ് വിശപ്പ്. അപ്പോൾ ഈ വിശപ്പിന്റെ കാര്യം പറഞ്ഞപ്പോൾ മനസ്സിലോട്ട് ഓടി വരുന്നൊരു ദൃശ്യമുണ്ട്. കാലാപാനി എന്ന് പറഞ്ഞാൽ
മലയാള സിനിമ. അപ്പോൾ ഈ പ്രശസ്തമായ കാലാപാനി എന്ന് പറഞ്ഞ സിനിമയിൽ ഒരു ദൃശ്യമുണ്ട്. ഇവർ സെല്ലുലാർ ജയിലിൽ നിന്ന്, നായകനും കൂട്ടുകാരും സെല്ലുലാർ ജയിലിൽ നിന്ന് രക്ഷപ്പെട്ട് ഒരു കപ്പൽ കൊടുങ്കാറ്റിൽപ്പെട്ട് തകരുന്നുണ്ട്. അങ്ങനെ ഇവരൊരു കരയിൽ അടിയുന്നുണ്ട്. അവിടെ അടിയുമ്പോൾ അസഹീനമായ വിശപ്പ്. അപ്പോൾ ആ ജയിൽവാസികളിൽ, കാലാപാനി ജയിൽവാസികളാണ് ഇവർ, ഒരാൾ മറ്റൊരു സുഹൃത്തിനെ ആക്രമിക്കുന്നുണ്ട്, വിശപ്പ് സഹിക്കാൻ വയ്യാതെ അയാളുടെ മാംസം ഭക്ഷിക്കാനായിട്ട്. അത് വലിയ ഞെട്ടലുളവാക്കുന്ന സീനാണ്. നമ്മൾ ഒരിക്കലും സിനിമയിൽ പ്രതീക്ഷിക്കാത്തൊരു സീനാണ്. ആ വിശപ്പിന്റെ തീവ്രത കാണിക്കുകയാണ് ആ സീനിലൂടെ. അപ്പോൾ അത്തരം വിശപ്പെന്ന് പറയുന്നത് അത്ര കഠിനമാണ്. നമുക്ക് വിശപ്പിന്റെ വിലയൊന്നും അറിയില്ല. പൊതുവെ ഇപ്പോഴത്തെ തലമുറയ്ക്ക് അതങ്ങനെ അത്ര തീവ്രമായിട്ട് അറിയാൻ സാധ്യതയില്ല. ദിവസങ്ങളോളം ആരും വിശപ്പ് അനുഭവിച്ച് കിടക്കുന്നില്ല. അതുകൊണ്ട് തന്നെ അത് എത്രമാത്രം തീവ്രമാണെന്ന് നമുക്ക് വായിച്ചുള്ള അറിവും അല്ലെങ്കിൽ ഇതിനൊക്കെയുള്ള മറ്റുള്ളവർ അനുഭവിച്ചവർ പറഞ്ഞു കേട്ടുള്ള അറിവുമൊക്കെ കാണത്തുള്ളൂ. പക്ഷേ കൊടും പട്ടിണി ഇല്ലെന്നൊന്നും നമ്മുടെ ലോകത്ത് ഇല്ലെന്നൊന്നും നമ്മൾ കരുതരുത്. അപ്പോൾ ഇപ്പോൾ ഒരു കണക്ക് വന്നിരിക്കുകയാണ്. ലോകത്ത് കൊടും പട്ടിണിയിൽ 28.2 കോടി ജനങ്ങൾ ഉണ്ടെന്നാണ് ഐക്യരാഷ്ട്ര സംഘടനയുടെ ഗ്ലോബൽ റിപ്പോർട്ട് ഓൺ ഫുഡ് ക്രൈസിസ്, അതായത് ഭക്ഷ്യ പ്രതിസന്ധി നേരിടുന്ന രാജ്യങ്ങളെ പറ്റിയുള്ള റിപ്പോർട്ട്. അതിൽ ഇന്ത്യ ഉൾപ്പെട്ടിട്ടില്ല. ആ വസ്തുതയും കൂടെ പറയുകയാണ്. അപ്പോൾ ലോകത്ത് 2023 കൊടും പട്ടിണി അനുഭവിച്ചവർ 28.2 കോടി, 59 രാജ്യങ്ങളിലായി. ഇത്രയും ആൾക്കാർ കൊടും പട്ടിണി അനുഭവിക്കുകയായിരുന്നു ഈ കഴിഞ്ഞ വർഷത്തിൽ. ഞെട്ടിക്കുന്ന ഒരു കണക്കല്ലേ, നമുക്ക് വിശ്വസിക്കാൻ പറ്റില്ല. ഇത്രയും കോടി ജനങ്ങൾ പട്ടിണിയില്ലോ. മറ്റു പല രാജ്യങ്ങൾ ആർഭാടത്തിലും യുദ്ധത്തിന് വേണ്ടി മുറവിളി കൂട്ടുകയും യുദ്ധക്കോപ്പുകൾ മേടിച്ചു കൂട്ടുന്ന രാജ്യങ്ങളിൽ മുൻപന്തിയിൽ നിൽക്കുന്ന രാജ്യങ്ങളിൽ എനിക്ക് തോന്നുന്നു ഇപ്പോൾ ഇന്ത്യയുണ്ട്. അപ്പോഴാണ് ഇത്രയും കോടി ജനങ്ങൾ കൊടും പട്ടിണി അനുഭവിച്ചെന്ന് ഉള്ള വാർത്ത എന്നെ ഞെട്ടിച്ച ഒരു വാർത്തയാണ്. ഇതിൽ 2 കോടിയിലധികം ഏറ്റവും അധികം പട്ടിണി അനുഭവിച്ചവരാണ്. അപ്പോൾ ഇത് മുൻവർഷത്തെ കണക്കിനേക്കാൾ 2.4 കോടി അധികമാണ്. അപ്പൊ കൊടുംപട്ടിണി കുറയുന്നില്ല, കൂടിയിട്ടേ ഉള്ളൂ. ഇതിൽ തന്നെ ഏറ്റവും അധികം പട്ടിണി അനുഭവിച്ചവർ 7.5 ലക്ഷമാണ്. അപ്പോൾ ഇതിൽ ഏറ്റവും അധികം പട്ടിണി അനുഭവിച്ചവർ 7.5 ലക്ഷം പേരാണ്. 5.77 ലക്ഷം പേർ ഗാസയിലാണ്. പട്ടിണിക്ക് കാരണം എന്താണ്? സ്വാഭാവികമായിട്ട് നിങ്ങളെല്ലാം ഇപ്പൊ മനസ്സിൽ പറഞ്ഞു കാണും, അവിടുത്തെ യുദ്ധമല്ലേ കാരണം. ശരിയാണ്, പട്ടിണിക്ക് കാരണം ഇസ്രയേൽ ഹമാസ് യുദ്ധമാണ്. തൊട്ടുപിറകിലുണ്ട് മറ്റു രാജ്യങ്ങൾ, സൗത്ത് സുഡാൻ. അവിടെയും കാരണം എന്താണ്? ആഭ്യന്തര യുദ്ധം. ബുർക്കിന ഫാസോ, സൊമാലിയ, മാലി എന്നിവിടങ്ങളിലും പട്ടിണിയുണ്ട്. ഗാസയിൽ 11 ലക്ഷം പേരും സൗത്ത് സുഡാനിൽ 79,000 പേരും ജൂലൈയോടെ ഭക്ഷ്യക്ഷാമത്തിലേക്ക്. അപ്പോൾ ഏഷ്യയിലുമുണ്ട് ഒരു പട്ടിണി രാജ്യം. ആരായിരിക്കും? ഏഷ്യയിൽ ഏറ്റവും കൂടുതൽ പട്ടിണിയുള്ള രാജ്യം അഫ്ഗാനിസ്ഥാനാണ്. അപ്പോൾ ഈ രാജ്യങ്ങളൊക്കെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇവരൊന്നും മതവിശ്വാസത്തിൽ പുറകോട്ടല്ല. ഭയങ്കര ഓർത്തഡോക്സ് ആയിട്ടുള്ള മതവിശ്വാസമുള്ള രാജ്യമാണല്ലേ അഫ്ഗാനിസ്ഥാൻ. അവിടെയും സ്ഥിതി ഇതാണ്. മതങ്ങൾ തന്നെ യുദ്ധങ്ങൾക്ക് കാരണമാകുന്നു. മത തീവ്രത തന്നെ യുദ്ധങ്ങൾക്ക് കാരണമാകുന്നു. അങ്ങനെ നമുക്ക് ചിന്തിക്കാം ഇതിനൊക്കെ പിന്നിലൊക്കെ. അപ്പോൾ ഇതൊന്നും പട്ടിണി മാറ്റാൻ ഉതകുന്നില്ല, പട്ടിണിക്ക് കാരണമാകുകയാണ് പലപ്പോഴും. അപ്പോൾ ഞാൻ ഈ കഥ വായിച്ചപ്പോൾ കുറുക്കന്മാർ കടുത്ത പട്ടിണിയിലാണ്. അവർ ആ പട്ടിണി ഒരു കുബുദ്ധി പ്രയോഗിച്ച് മാറ്റുകയാണ്, ഒരു ആനയെ വീഴ്ത്തിയിട്ട്. ഇത് പറയുമ്പോൾ നമ്മൾ ഓർക്കേണ്ടത് സമ്പന്ന രാജ്യങ്ങളുടെ കാര്യമാണ്. അവിടെയും മേൽത്തട്ടിൽ നിൽക്കുന്നവരും താഴെത്തട്ടിൽ നിൽക്കുന്നവരും ഇടത്തട്ടിൽ നിൽക്കുന്നവരും ഒക്കെ ഉണ്ട്. സാമ്പത്തികമായി നല്ല ഉന്നതിയിൽ നിൽക്കുന്നവർ. അതുമല്ല സമ്പന്നരുടെ പട്ടികയൊക്കെ ഫോബ്സ് ഒക്കെ പ്രസിദ്ധീകരിക്കാറുണ്ട്. അതൊരു വശത്തല്ലേ. സമ്പത്തെല്ലാം കുറെ കൈകളിൽ വന്ന് കുമിഞ്ഞുകൂടുമ്പോൾ ലോകത്തിന്റെ മറുവശത്ത് നടക്കുന്ന സംഭവമാണ് ഇതൊക്കെ. അപ്പോൾ ലോകത്ത് ഇപ്പോഴും ഈ വൈരുദ്ധ്യങ്ങൾ പ്രകടമാണ്. ഇതിനൊക്കെ പോകുംവഴി ഈ കുറുക്കന്മാരണക്ക് കുബുദ്ധി ഉപയോഗിക്കണമെന്നല്ല ഞാൻ പറയുന്നത്, മനുഷ്യർക്ക് തന്നെ ഉണ്ടാക്കാവുന്നതാണ്. എന്താണ്? സമ്പത്തുള്ളവർ പട്ടിണി മാറ്റാൻ
മുൻകൈ എടുക്കുക, വിദ്യാഭ്യാസം കൊടുക്കുക, അല്ലെ, ഈ ചിന്താഗതികൾ മാറ്റാൻ, പിന്നോക്കം വലിക്കുന്ന മനുഷ്യന്റെ സങ്കുചിത മതചിന്തകൾ മാറ്റാനുള്ള വിദ്യാഭ്യാസം കൊടുക്കുക, കാലത്തിനനുസൃതമായി മനുഷ്യന് മാറാൻ ശ്രമിക്കുക, പിന്നോട്ട് പോകാതെ മനുഷ്യൻ മുന്നോട്ട് പോകാൻ ശ്രമിക്കുക. ഇങ്ങനെയൊക്കെയുള്ള അല്ലെ മാറ്റങ്ങൾ നമ്മുടെ ലോകത്ത് സംഭവിക്കണം. രാജ്യങ്ങൾ പരസ്പരം സഹായിക്കാനായിട്ട് മുന്നോട്ട് വരണം. അതിന്റെ കാര്യം പറഞ്ഞപ്പോഴാണ് അല്ലെ ഇപ്പോൾ ഒരു വാർത്ത നിങ്ങൾ വായിച്ചു കാണുമായിരിക്കും. പാകിസ്ഥാൻ സ്വദേശിനിയായ 19-കാരിക്ക് ചെന്നൈയിലെ MGM ഹെൽത്ത് കെയർ ആശുപത്രിയിൽ ഹൃദയം മാറ്റിവെക്കൽ ശസ്ത്രക്രിയ നടത്തി. കറാച്ചിയിൽ സ്കൂൾ വിദ്യാഭ്യാസം പൂർത്തിയാക്കി ഫാഷൻ ഡിസൈനർ ആവാൻ ആഗ്രഹിക്കുന്ന ആയിഷ റാഷനാണ് ശസ്ത്രക്രിയയ്ക്ക് വിധേയമായത്. തമിഴ്നാട് അവയവ കൈമാറ്റ രജിസ്റ്ററിൽ പേര് ചേർത്ത് 5 വർഷമായി കാത്തിരിക്കുകയായിരുന്നു ഈ കുട്ടി. ഡൽഹിയിലെ ആശുപത്രിയിൽ മസ്തിഷ്ക മരണം സംഭവിച്ച 69-കാരന്റെ ഹൃദയമാണ് ഇവർക്ക് മാറ്റിവെച്ചത്. 2019 ആയിഷയ്ക്ക് ഹൃദയാഘാതം സംഭവിച്ചത്. 2023 അണുബാധ ഉണ്ടായതിനെ തുടർന്ന് ആരോഗ്യസ്ഥിതി വഷളാവുകയായിരുന്നു. രാജ്യത്ത് സ്വീകർത്താക്കൾ ഇല്ലാത്തപ്പോൾ മാത്രമാണ് വിദേശികൾക്ക് ഹൃദയം നൽകുന്നത്. ശസ്ത്രക്രിയയ്ക്ക് ചെലവായ 35 ലക്ഷം രൂപ സന്നദ്ധ സംഘടനകളും മറ്റുമാണ് സമാഹരിച്ചത്. അപ്പോൾ ഇത്തരം അല്ലെ സ്നേഹത്തിന്റെ ചില ചൈതന്യം സ്ഫുരിക്കുന്ന കഥകളൊക്കെ അല്ലെ സംഭവങ്ങളൊക്കെ നമ്മുടെ ഇടയിലൊക്കെ സംഭവിക്കുന്നുണ്ട്. ഇതൊക്കെ ഒരു പ്രചോദനമാണ് അല്ലെ, മനുഷ്യർ തമ്മിൽ അല്ലെ, രാജ്യങ്ങൾ തമ്മിൽ ഒക്കെ ആ സ്നേഹം പ്രകടിപ്പിക്കുന്നതിന്റെ രീതികളാണ് ഇതൊക്കെ. അപ്പോൾ ഇത്തരം മനുഷ്യ സ്നേഹം അല്ലെ, മനുഷ്യർ പരസ്പരമുള്ള സ്നേഹം സത്യം പറഞ്ഞാൽ യുദ്ധങ്ങളെ കാട്ടിയൊക്കെ സത്യം പറഞ്ഞാൽ മനുഷ്യരിൽ മാറ്റമുണ്ടാക്കും, ശത്രുത മാറ്റും, ഐക്യമുണ്ടാക്കും, എല്ലാവരും മനുഷ്യരാണെന്നുള്ളൊരു ബോധമുണ്ടാകും. അപ്പോൾ ഇത്തരം അല്ലെ പരസ്പര കൈമാറ്റങ്ങളും സ്നേഹം പങ്കുവെക്കലും ഒക്കെ ചിലപ്പോൾ പലപ്പോഴും യുദ്ധങ്ങൾ അവസാനിപ്പിക്കാൻ തന്നെ കാരണമാകും. അപ്പോൾ ഇത്തരം നന്മ പ്രവൃത്തികൾ പട്ടിണി മാറ്റാനും ഒക്കെ ഉണ്ടാകണം അല്ലെ, പരസ്പരം. ഇതൊക്കെ എന്തൊരു മാറ്റം ലോകത്തുണ്ടാക്കും. എന്തായാലും ദീർഘിപ്പിക്കുന്നില്ല. ഒരു 2 വ്യത്യസ്ത സംഭവങ്ങൾ ഞാനിവിടെ കോട്ട് ചെയ്തേ ഉള്ളൂ. ഒരു കഥ വായിച്ചതിന്റെ ഫലമായിട്ട് അതുമായിട്ട് ബന്ധപ്പെടുത്തി ഞാൻ ചില കാര്യങ്ങൾ പറഞ്ഞതേ ഉള്ളൂ. എന്തായാലും ദീർഘിപ്പിക്കുന്നില്ല. ഇത്ര നേരം എന്നെ കേട്ടിരുന്ന എല്ലാവർക്കും നന്ദി, നമസ്കാരം. നമുക്ക് വേറൊരു കഥയുമായി അടുത്ത എപ്പിസോഡിൽ കേട്ടുമുട്ടാം. തൽക്കാലം വിടവാങ്ങുന്നു. സൈനിങ് ഓഫ്, ബോണി.